എല്ലാ കൂട്ടുകാർക്കും ലിസ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹെൻറി ദ സിക്സ്ത് പാർട്ട് 2 ആണ്. കിങ് ഹെൻറി ദ സിക്സ് പാർട്ട് 2 വില്യം ഷേക്സ്പിയറുടെ പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്. മേജർ ക്യാരക്ടേഴ്സിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുണ്ട് ആ ക്യാരക്ടേഴ്സിനെ. അപ്പോൾ ജസ്റ്റ് കഥ കേൾക്കുമ്പോൾ ക്യാരക്ടേഴ്സിനെയും കൂടി നിങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. 1591 ഈ ഒരു പ്ലേ എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. ഇത് കിങ് ഹെൻറി സിക്സ്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു നാടകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാർ ഓഫ് റോസസ് ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം ഇവിടെ കഥ ആരംഭിക്കുന്നത് The play begins with the marriage of King Henry VI of England to young Margaret of Anjou. അപ്പം ഫ്രാൻസിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള മാർഗരറ്റുമായിട്ട് നമ്മളുടെ കിങ് ഹെൻറിയുടെ വിവാഹമാണ് ഈ ഒരു കഥയുടെ ആരംഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് പേരും ഭയങ്കര ഹാപ്പി ആയിട്ട്. ഓക്കെ, പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു മാർഗരറ്റ് എന്ന് പറയുന്നത് ഷീ ഈസ് ദ പ്രൊട്ടീജി ആൻഡ് ദ ലവർ ഓഫ് വില്യം ഡി ല പോലെ, ഫോർത്ത് ഏൾ ഓഫ് സഫോക്ക്, ഹു എയിംസ് ടു ഇൻഫ്ലുവൻസ് എ കിങ് ത്രൂ ഹർ. ശരിക്കും ഏൾ ഓഫ് സഫോക്കിൻ്റെ എന്ന് വെച്ചാൽ ഏൾ ഓഫ് സഫോക്കാണ് അവളുടെ ബ്യൂട്ടിയെ പറ്റിയിട്ടൊക്കെ കിങ് ഹെൻറീനെ പറഞ്ഞ് ഷീ ഈസ് ദ ബ്യൂട്ടിയസ്റ്റ് ഗേൾ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ശരിക്കും ആ സഫോക്കിൻ്റെ ലവറും അതുപോലെ തന്നെ പ്രൊട്ടീജി ആയിരുന്നു. പ്രൊട്ടീജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്ന സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ, അങ്ങനെയുള്ള ആളുകളെയാണ് പ്രൊട്ടീജി എന്ന് പറയുന്നത്. അപ്പം ഏൾ ഓഫ് സഫോക്കിൻ്റെ ഒരു ലവറായിരുന്നു. അതേപോലെ തന്നെ അയാളുടെ സംരക്ഷണയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ് മാർഗരറ്റ്. അവരെ എന്നിട്ട് രാജാവിൻ്റെ ഭാര്യയാക്കി അവരോധിക്കുകയാണ്. അപ്പം അവളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സഫോക്കിന് രാജാവിൻ്റെ മേലൊരു അധികാരം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. അപ്പം കിങ് ഹെൻറി അതൊന്നും അറിയാതെ മാരി ചെയ്യാണ്. ഓക്കെ, ഇവരുടെ മുമ്പിലുള്ള പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഹംഫ്രി എന്ന് പറയുന്നത് ദ ലോർഡ് പ്രൊട്ടക്ടർ ആൻഡ് ഗ്ലൗസെസ്റ്റർ എന്ന് പറയുന്നത് രാജാവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ആളാണ്. നമ്മൾ കഴിഞ്ഞ കഥയിൽ അറിഞ്ഞതാണെന്ന് വെച്ചാൽ ഗ്ലൗസെസ്റ്റർ എതിർത്തു, വെറുതെ മാരി ചെയ്യേണ്ട മാർഗരറ്റിന്, അതിൻ്റെ ആവശ്യമില്ല, രാജാവ് എന്ന നിലയിൽ അങ്ങേക്ക് ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഗ്ലൗസെസ്റ്റർ ഒരുപാട് ഉപദേശിക്കുകയൊക്കെ ചെയ്തിരുന്നു. രണ്ടുപേരും ഹെൻറി രാജാവിൻ്റെ ഈ ഒരു സ്വഭാവത്തെ, എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവർക്കും വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ അത് വളരെ നല്ലൊരു സ്വഭാവമാണ്. പക്ഷെ എന്നാലും ഒരു രാജാവായിരിക്കുമ്പോൾ മറ്റുള്ള ശത്രുക്കളെയും കൂടി തിരിച്ചറിയാനും അവർക്കെതിരെ ഒന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവും കൂടി വേണം. അപ്പോൾ അവർ എപ്പോഴും രാജാവിൻ്റെ ചുറ്റിനും ഇങ്ങനെ അദ്ദേഹത്തെ ഒരു സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരുമാണ് ശരിക്കും ഈ ഏൾ ഓഫ് സഫോക്കിൻ്റെയും പിന്നെ അതുപോലെ മാർഗരറ്റിൻ്റെയും പ്രധാനമായിട്ടുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഗ്ലൗസെസ്റ്ററിൻ്റെ വൈഫിന് ശരിക്കും ഹാഡ് എ വിഷ് ടു ഗെറ്റ് ദ ത്രോൺ. കിരീടം സ്വന്തമാക്കിയാൽ കൊള്ളാമെന്ന് ശരിക്കും ഗ്ലൗസെസ്റ്ററിൻ്റെ വൈഫിനുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലൗസെസ്റ്ററുടെ വൈഫ് എന്ന് പറയുന്നത് ഗ്ലൗസെസ്റ്ററെ പോലെയല്ല, അവർക്ക് ഇങ്ങനെ രാജ്യാവകാശം കിട്ടിയെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. അങ്ങനെ ഷീ ഓൾസോ പാർട്ടിസിപ്പേറ്റ് വിത്ത് സഫോക്ക് ടു ഡു സം നെക്രോമസി. അങ്ങനെ സഫോക്കിൻ്റെയും മാർഗരറ്റിൻ്റെയും കൂടിയിട്ട് രാജാവിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ശരിക്കും ഗ്ലൗസെസ്റ്ററുടെ വൈഫ് ഇവരുടെ കൂടെ ചേരുകയാണ്, ഈ രണ്ട് പേരുടെ കൂടെ, സഫോക്കിൻ്റെയും അതുപോലെ മാർഗരറ്റിൻ്റെയും. എന്നിട്ട് ചില ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്നു. നെക്രോമസി എന്ന് പറഞ്ഞാൽ ദുർമന്ത്രവാദം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അന്നത്തെ കാലത്ത് അറിയാമല്ലോ ഇങ്ങനത്തെ ഈവിളായിട്ടുള്ള തിങ്സൊക്കെ ഉണ്ടെന്നും അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നെക്രോമസിയിലൂടെ ഇങ്ങനെ രാജാവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഇവരിങ്ങനെ വിചാരിച്ചു. അങ്ങനെ അവർ ഈ ഒരു കർമ്മമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷീ കോൾസ് എ സ്പിരിറ്റ് ടു റിവീൽ ദ ഫ്യൂച്ചർ. അവളൊരു സ്പിരിറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്തതായിട്ട് എന്ത് സംഭവിക്കും, ഫ്യൂച്ചർ എന്താണെന്ന് നീ എനിക്ക് കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ കാണുന്ന സീനറീസ് ഒക്കെ ഭയങ്കര വേഗമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാൻ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾക്കൊക്കെ ഒരു അൺക്ലിയർ ആയിട്ട് കാണുന്ന ഒരു സീനറീസാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഷീ ഈസ് ഇൻ്ററപ്റ്റഡ് ആൻഡ് അറസ്റ്റഡ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗ്ലൗസെസ്റ്ററും അദ്ദേഹത്തിൻ്റെ ടീംസും ഒക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുകയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. ആൻഡ്
കോർട്ടിൽ വെച്ചിട്ട് ഗ്ലൗസസ്റ്റർ അവരെ വെറുക്കുകയാണ്. അങ്ങനെ ബാനിഷ്, രാജ്യത്തിൽ നിന്നും രാജ്യഭ്രഷ്ടയാക്കി അവരെ, സ്വന്തം ഭാര്യയെ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം രാജ്യത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് ചെയ്തത്, രാജ്യദ്രോഹമാണ് ചെയ്തത്. അങ്ങനെ അതവിടെ അവസാനിക്കുന്നു. അപ്പം സഫോക്ക് കോൺസ്പയർസ് വിത്ത് ഡ്യൂക്ക് ഓഫ് സോമർസെറ്റ് ആൻഡ് കാർഡിനൽ ബ്യൂഫോർട്ട് ടു കിൽ ഗ്ലൗസസ്റ്റർ. ഓക്കെ, ആ സമയത്ത് സഫോക്ക് പോയിട്ട് എന്ത് ചെയ്യാന്നറിയോ, എന്തായാലും ഈ ഒരു ലേഡി ഇവർ എന്ത് ചെയ്തു, രാജ്യഭ്രഷ്ടയാക്കി. ഇനി അടുത്തതിനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഇവരുടെ കൂടെ കൂടി, അതായത് ഡ്യൂക്ക് ഓഫ് സോമർസെറ്റിൻ്റെ കൂടെ കൂടി. സോമർസെറ്റും അതുപോലെ തന്നെ റിച്ചാർഡും തമ്മിലൊക്കെ വഴക്കുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ കഥയിൽ പരിചയപ്പെട്ടതാണ്. അപ്പം അത് വായിച്ചെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ സോമർസെറ്റ് ആക്ച്വലി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യാണ്, രാജാവിൻ്റെ അടുത്തു നിന്നും രാജ്യം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. അപ്പോൾ ഡ്യൂക്ക് ഓഫ് സോമർസെറ്റും അതുപോലെ കാർഡിനൽ ബ്യൂഫോർട്ടും കൂടിയിട്ട് ഗ്ലൗസസ്റ്ററിനെ വകവരുത്തിയാൽ ഒരു പക്ഷേ രാജാവിനെ നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് അവരിങ്ങനെ ആലോചിക്കുന്നു. ഓക്കെ, അപ്പം രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ട് ഗ്ലൗസസ്റ്ററിനെ സഫോക്ക് തുറുങ്കിലടയ്ക്കുന്നു. അപ്പം റാണിയെ സ്വാധീനിച്ചുകൊണ്ട് ഗ്ലൗസസ്റ്ററിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഉടനെ തന്നെ സഫോക്ക് തുറുങ്കിലടയ്ക്കുകയാണ്. ആൻഡ് സെൻസ് 2 persons ടു കിൽ ഹിം ഇൻ ദ പ്രിസൺ, ദേ കിൽസ് ഹിം. അങ്ങനെ 2 ആളുകളെ തുറുങ്കിലേക്ക് അയക്കുന്നു. 2 അസാസിനേഴ്സാണ്. അവരവിടെ ചെല്ലുന്നു, രാജാവിനെ കൊല്ലുന്നു. ഓക്കെ, ദാറ്റ് ഹാപ്പൻസ് ദർ. അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നീട് ഇതിൻ്റെയൊക്കെ ഇടയിൽ റിച്ചാർഡ്, 3rd Duke of York, came and reveals his claim to the throne. ഈ ഒരു സമയത്ത് റിച്ചാർഡ് വരുന്നു. ഓക്കെ, 3rd Duke of York ആണ് അദ്ദേഹം, യോർക്കിലെ 3ാമത്തെ ഡ്യൂക്കാണ്. അപ്പം അദ്ദേഹം വന്നിട്ട് പറയുന്നു, ഈ കിരീടത്തിനുള്ള അവകാശം എനിക്കാണ്, ഹെൻറിക്കല്ല, ഞങ്ങൾ കുടുംബപരമായിട്ട് ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വീണ്ടും ക്ലെയിം ചെയ്യുന്നു. കാരണം നേരത്തെ സോമർസെറ്റുമായിട്ടൊക്കെ ഉള്ളൊരു ദേഷ്യവും, ഹെൻറി സോമർസെറ്റിനെ അനുകൂലിച്ചു എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ആരെ മനസ്സിലുണ്ടായിരുന്നു, റിച്ചാർഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കാരണം ആ റോസാപ്പൂവ് തിരിച്ച് റെഡ് റോസ് സെലക്ട് ചെയ്തു ഹെൻറി അറിയാതെ. അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് കഴിഞ്ഞ ഒരു ഹെൻറി പാർട്ട് 1 നമ്മൾ കണ്ടതാണ് അല്ലേ. അങ്ങനെ ഏൾ ഓഫ് സാലിൻസ്ബറി ആൻഡ് വാർവിക് സപ്പോർട്ട്സ് ഹിം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, എനിക്ക് കിരീടം വേണം എന്ന് വന്ന് പറയുകയും അങ്ങനെ ഏൾ ഓഫ് സാലിസ്ബറിയും അതുപോലെ വാർവിക്കും കൂടി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, നിനക്ക് ത്രോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഗ്ലൗസസ്റ്ററിനെ കൊന്നതിന് സഫോക്കിനെ രാജാവ് നാട് കടത്താണ്. ഹെൻറി മനസ്സിലാക്കി ഗ്ലൗസസ്റ്ററിനെ കൊല്ലാൻ ആളെ വിട്ടത് സഫോക്കാണെന്നൊക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, നാട് കടത്തുകയാണ് ചെയ്യുന്നത്. വിഞ്ചസ്റ്റർ, അതായത് കാർഡിനൽ ബ്യൂഫോർട്ട്, അദ്ദേഹത്തിന് പനി വന്നിട്ട് അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം ദൈവത്തെ ഒരുപാട് ശപിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. കേഴ്സിങ് ഗോഡ് ആൻഡ് ഡൈസ്. വിഞ്ചസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം സഫോക്ക്, അതായത് സഫോക്ക് കോൺസ്പയർ ചെയ്ത ഒരാളാണ് അല്ലേ, സോമർസെറ്റിൻ്റെ കൂടെ അവർ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതിൽ ഒരാളാണ് കാർഡിനൽ ബ്യൂഫോർട്ട്. അപ്പം ബ്യൂഫോർട്ടിന് ശരിക്കും പനി വന്നിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. ഹി കേഴ്സിങ് ഗോഡ് എ ലോട്ട്, എന്നിട്ട് മരിക്കുന്നു. മാർഗരറ്റിന് വളരെയധികം ഭയപ്പാടും അതുപോലെ സങ്കടവും ഉണ്ടാവുന്നു. കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെയും എന്ത് ചെയ്തിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്. അപ്പോൾ സഫോക്കിൻ്റെ നാട് കടത്തലിൽ മാർഗരറ്റിന് വളരെയധികം സങ്കടം ഉണ്ടാവുന്നു. ആൻഡ് ഷി വോസ് ദാറ്റ് ഷി വിൽ ബ്രിങ് ഹിം ബാക്ക്. തീർച്ചയായിട്ടും ഞാൻ അവനെ തിരിച്ച് ഈ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരുമെന്ന് രാജ്ഞിയായിട്ടുള്ള മാർഗരറ്റ് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം പൈറേറ്റ്സിൻ്റെ, അതായത് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹിസ് ഹെഡ് വാസ് സെൻഡ് ബാക്ക് ടു മാർഗരറ്റ്. മാർഗരറ്റിന് ഒരു പ്രതികാരം എന്ന നിലയിൽ അവരത് അവൻ്റെ തല വെട്ടി തിരിച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാർഗരറ്റിന് ആകെ ഒരു സങ്കടവും എല്ലാ പ്രതീക്ഷയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവൾ ചെന്നെത്തുന്നു. ഈ സമയത്താണ് അയർലൻഡിൽ നടന്നിട്ടുള്ള ഒരു റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് യോർക്കിനെ കമാൻഡർ ആയിട്ട് നിയമിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് ഹെൻറി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യോർക്കിനെ ഒരു കമാൻഡറായിട്ട് നിയമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അയർലൻഡിൽ നടന്നിട്ടുള്ള ഒരു റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടും അതുപോലെ ഒരു ആർമി ഓഫീസറുമായിട്ടുള്ള
കേഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പം അദ്ദേഹത്തെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു റിവോൾട്ട് സംഘടിപ്പിക്കാം, ഒരു പ്രാദേശികമായിട്ടുള്ളൊരു വിപ്ലവം സംഘടിപ്പിക്കാം. ആ ഒരു റിവോൾട്ടിൽ എത്ര ആളുകൾ സപ്പോർട്ട് ചെയ്യും നമ്മളെ എന്നറിയാലോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഹെൻറിയോട് എന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാൻ പോവാം, എന്നിട്ട് രാജ്യം നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ എത്ര പേര് നമ്മളെ സഹായിക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പോപ്പുലർ റിവോൾട്ട് വേണം നടത്താം എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ. At first the rebellion was successful. Jack Cade himself sets up as mayor of London. ആദ്യത്തെ ഒരു പ്രാവശ്യം ഈ റെബലിയൻ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആളുകളെല്ലാവരും ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർ വിചാരിച്ചു ഈ ഒരു റിവോൾട്ട് നല്ല രീതിയിൽ വരും, ഇങ്ങനെയാണെങ്കിൽ ഒരു ഓപ്പൺ മൂവ് രാജാവിനെതിരെ മൂവ് ചെയ്യാം എന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷേ ഈ റെബലിയൻ വളരെ പെട്ടെന്ന് തന്നെ പുട്ട് ഡൗൺ വെൻ ലോർഡ് ക്ലിഫോർഡ് പേഴ്സുവേഡ്സ് എ കോമൺ പീപ്പിൾ. അദ്ദേഹം ഒരു സപ്പോർട്ടർ ഓഫ് ഹെൻറി രാജാവിൻ്റെ സപ്പോർട്ടറായിട്ടുള്ള ലോർഡ് ക്ലിഫോർഡ് വരികയും ആളുകളെ എല്ലാം പേഴ്സുവേഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണോ, നമ്മുടെ രാജാവ് എത്ര നല്ല മനസ്സുള്ള ആളാണ്, നിങ്ങൾ അദ്ദേഹത്തിനെതിരെ റിവോൾട്ട് നടത്തുന്നത് എന്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റിവോൾട്ട് പുട്ട് ഡൗൺ ചെയ്യുകയും സപ്രസ് ചെയ്യുകയും അതുപോലെ ആളുകളെ തിരിച്ച് ഹെൻറിയുടെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടെത്തിക്കാൻ ലോർഡ് ക്ലിഫോർഡിന് സാധിച്ചു. ദ പീപ്പിൾ അബാൻഡൻഡ് കേഡ്സ് ആർമി. അങ്ങനെ ആളുകൾ കേഡ്സിൻ്റെ ആർമിയെ ഉപേക്ഷിച്ച് തിരിച്ച് ഹെൻറിയുടെ ഭാഗത്തേക്ക് തന്നെ പോയി. അങ്ങനെ കെയ്ഡ് കൊല്ലപ്പെടുകയാണ്. അലക്സാണ്ടർ ഇഡൻ എന്ന കെൻഡിഷ് ജെന്റിൽമാനാണ് അദ്ദേഹത്തെ കൊന്നത്. കാരണം അദ്ദേഹം ഒരിക്കൽ ഫുഡിന് വേണ്ടിയിട്ട് ഗാർഡനിലേക്ക്, അതായത് ഇഡൻ്റെ ഗാർഡനിലേക്ക് കയറി, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് കയറുകയും ആ ഒരു സമയത്ത് ഇഡൻ കണ്ടുപിടിക്കുകയും അങ്ങനെ കേഡിനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അലക്സാണ്ടർ ഇഡൻ എന്ന കെൻഡിഷ് ജെന്റിൽമാനാണ് അദ്ദേഹത്തെ കൊന്നത്. അങ്ങനെ യോർക്ക് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരികയാണ് വിത്ത് ഹിസ് ആർമി ആൻഡ് ഹി ക്ലെയിമിങ് ദാറ്റ് ഹി ആക്ച്വലി ഇൻറ്റൻഡ് ടു പ്രൊട്ടക്ട് ദ കിങ് ഫ്രം സോമർസെറ്റ് ആൻഡ് അതർ റെബലിയൻസ്. അപ്പം എല്ലാ ഗൂഢാലോചനയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് യോർക്ക് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ വരികയാണ്. വന്നിട്ട് അദ്ദേഹം ശരിക്കും രാജാവിനോട് പറയുന്നു, ഞാൻ ശരിക്കും സോമർസെറ്റിൻ്റെ കയ്യിൽ നിന്നും രാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്, അല്ലാണ്ട് ഞാൻ അങ്ങേക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ യോർക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ട് സോമർസെറ്റിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആർമിയെ പിരിച്ചുവിടാമെന്ന് യോർക്ക് പ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം പറയാണ്, അങ്ങ് ദയവ് ചെയ്തിട്ട് സോമർസെറ്റിനെയും അദ്ദേഹത്തെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് തുറുങ്കിലടയ്ക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ യോർക്ക് ഇങ്ങനെ പറയുന്നു. അപ്പം ബക്കിംഗ്ഹാം പറയാണ്, സോമർസെറ്റ് ഈസ് ഓൾറെഡി എ പ്രിസണർ. സോമർസെറ്റ് ഇപ്പം തന്നെ എന്താണ്, തുറുങ്കിൽ തന്നെയാണ്, ഇനി അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് സോമർസെറ്റ് കോർട്ടിലേക്ക്, ഒരു രാജപീഠത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ രാജസദസ്സിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. അങ്ങനെ ഉടനെ യോർക്ക് പറയാണ്, കണ്ടോ ബക്കിംഗ്ഹാം ഓരോ നുണയും കൊണ്ട് വന്നിരിക്കുകയാണ്, അദ്ദേഹത്തെ പ്രിസണറിൽ ആക്കിയിട്ടൊന്നുമില്ല. അപ്പം എന്നിട്ട് യോർക്ക് പറയാണ്, ഹി സേസ് ദാറ്റ് ഹി നീഡ്സ് എ കിങ്ഷിപ്പ്, ഹി ഈസ് വിത്ത് ഹിസ് യോർക്ക് സൺസ്. അപ്പോൾ അദ്ദേഹം പറയണം, എന്തു വന്നാലും വേണ്ടിയില്ല, ഇപ്പോൾ ഹെൻറിക്കല്ല, എനിക്കാണ് രാജ്യം കിട്ടാനുള്ള അവകാശമുള്ളത്, അതുകൊണ്ട് എനിക്ക് രാജ്യം വേണം, എൻ്റെ കൂടെ എൻ്റെ 2 മക്കളുണ്ട്, എഡ്വാർഡും റിച്ചാർഡും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയത്ത് ആളുകൾ 2ആയി ഭാഗം ചേരുകയാണ്. സം ഓഫ് ദം വിത്ത് യോർക്ക് ആൻഡ് അതേഴ്സ് വിത്ത് കിങ് ഹെൻറി ആൻഡ് ഹൗസ് ഓഫ് ലങ്കാസ്റ്റർ. അപ്പം ഈ സമയത്ത് 2 ഭാഗമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുന്നു. ചിലർ കിങ് ഹെൻറിയെ സപ്പോർട്ട് ചെയ്യുന്നു, ചിലർ യോർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം ചേരിതിരിവും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അങ്ങനെ സെൻറ്റ് ആൽബൻസ് യുദ്ധം ആരംഭിക്കുകയാണ്. ആ യുദ്ധം നടക്കുകയാണ്. സോമർസെറ്റ് വാസ് കിൽഡ് ബൈ റിച്ചാർഡ് സോമർസെറ്റിനെ കൊല്ലുന്നു. അങ്ങനെ ലോർഡ് ക്ലിഫോർഡിനെ യോർക്ക് കൊല്ലുകയാണ്. ലോർഡ് ക്ലിഫോർഡ് നമ്മുടെ കിങ് ഹെൻറിയെ സഹായിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തെ അവർ നടത്തിയിട്ടുണ്ടായിരുന്ന റിവോൾട്ട് സപ്രസ് ചെയ്യാനൊക്കെ സഹായിച്ചത് ലോർഡ് ക്ലിഫോർഡാണ്. ക്ലിഫോർഡിനെ യോർക്ക് കൊല്ലുന്നു. അങ്ങനെ ഇംഗ്ലണ്ട് ലോസ് ദ ബാറ്റിൽ. ഇംഗ്ലണ്ടിന് ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് നഷ്ടം സംഭവിക്കുകയാണ്. മാർഗരറ്റ് ഈ ഒരു സമയത്ത് രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നു. രാജാവ് ആകെ നിരാശനായിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഹെൻറി. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് മാർഗരറ്റ് പറയാണ്, നമുക്ക് തിരിച്ച് ഈ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാം, ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് ലണ്ടനിലേക്ക് പോകാം എന്ന് പറയുന്നു. ഇവരുടെ കൂടെ യങ് ക്ലിഫോർഡ് ചേരുന്നു. കാരണം ക്ലിഫോർഡിൻ്റെ ഫാദറിനെ ആര് കൊന്നതാണ്,
ശരിക്കും യോർക്ക് കൊന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ലിഫോർഡ് ഇവരുടെ കൂടെ ചേരുകയാണ്. ടു ടേക്ക് റിവെഞ്ച് അഗെയിൻസ്റ്റ് യോർക്കിഷിനെതിരെ താൻ എന്തായാലും പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവരുടെ കൂടെ ചേരുകയാണ്. ആൻഡ് ഫോർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നില്ലേ അതിൻ്റെ പേരിൽ റിവെഞ്ച് എടുക്കുമെന്ന് അവർ പറയുന്നു. അപ്പോൾ ദ പ്ലേ എൻഡ്സ് വിത്ത് യോർക്ക്, എഡ്വാർഡ്, റിച്ചാർഡ്, ദെൻ വാർവിക് ആൻഡ് സാലിസ്ബറി ഹെൻറിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്തുടരുന്നിടത്തേക്ക്, ലണ്ടനിലേക്ക് പോകുന്നിടത്ത് ഈ ഒരു പ്ലേ എൻഡ് ചെയ്യുകയാണ്. അപ്പം അവർ ലണ്ടനിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ പുറകിൽ അവരുടെ ശത്രുക്കളായിട്ടുള്ള യോർക്കിഷും അതുപോലെ തന്നെ വാർവിക്, സാലിസ്ബറി അതുപോലുള്ള ആളുകളെല്ലാവരും കൂടി ഹെൻറിയെ തിരഞ്ഞു പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. ഉദ്വേഗജനകമായിട്ടുള്ള അടുത്ത ഒരു ഭാഗം കേൾക്കുവാൻ വേണ്ടി ലിസ്മി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് അയയ്ക്കുക. താങ്ക് യു സോ മച്ച്.